ഉൽപ്പന്നങ്ങളും. ഇതെല്ലാം ജൈവ കൃഷിയാണ്. ചേട്ടൻ ഈ കാർഷിക കർമ്മസേനയുടെ അംഗമാണ്. അപ്പൊ അനുഭവത്തിൽ നിന്ന് തന്നെ പറയാൻ കഴിയും എന്താണ് ഇവിടുത്തെ കൃഷി രീതി? രാസവളം ഉപയോഗിക്കുന്ന പച്ചക്കറി മാത്രമേ കിട്ടാറുള്ളൂ. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇന്ന് മാരകമായ അസുഖങ്ങൾ വന്നുകൊണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ ജൈവവള പച്ചക്കറി കൃഷി എടുത്ത് ജനങ്ങളെത്തിക്കുക എന്നാണ് നമ്മുടെ പ്രധാന വിഷയം. നെൽകൃഷി അന്യം നിന്ന് പോയ കുടപ്പനക്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ കര നെൽകൃഷിയിലൂടെ നെൽകൃഷി തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. കാർഷിക കർമ്മസേനയിലെ അഗ്രികൾച്ചറൽ ടെക്നീഷ്യൻ അനിൽകുമാർ ചേട്ടനാണ്. ചേട്ടാ, നിങ്ങൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്? മെയിനായിട്ട് നിലം ഒരുക്കി കൊടുക്കുക. പിന്നെ നിലം ഒരുക്കാൻ വേണ്ടി ബ്രഷ് കട്ടർ ഇവിടെ കിട്ടും. പിന്നെ തെങ്ങ് കയറ്റത്തിനുള്ള മെഷീനറി ഇവിടെ ഉണ്ട്. എത്ര ഡ്രില്ലർ ഉണ്ട് ഇവിടെ? ഇവിടെ 2 ഡ്രില്ലറുണ്ട്. നിങ്ങളുടെ വരുമാനമൊക്കെ ഡെയിലി 300 രൂപ ശമ്പളം. ഡെയിലി വരുമാനം മാസക്കണക്കിന്. കാർഷിക കർമ്മസേനയുടെ സേവനം ഉപയോഗപ്പെടുത്തിയ വ്യക്തിയാണ് സുഭാഷ് ചേട്ടൻ. ചേട്ടാ, എന്തുകൊണ്ടാണ് പുരയിടം കാർഷിക കർമ്മസേനയുടെ സേവനത്തിനായി വിട്ടുകൊടുത്തത്? നമ്മുടെ പഞ്ചായത്തിലെ ചെറുകിട കൃഷിക്കാരെ, ഇടത്തരം കൃഷിക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കൃഷിപ്പണിക്ക് ആളിനെ കിട്ടുന്നില്ല എന്നുള്ളൊരു വലിയ വിഷയം ഉണ്ടായിരുന്നു. നമ്മുടെ പഞ്ചായത്ത് കൃഷിഭവൻ മുഖാന്തരം കാർഷിക കർമ്മസേന രൂപീകരിച്ചപ്പോൾ തീർച്ചയായിട്ടും കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പുരയിടത്തിൽ, അവൻ്റെ സ്ഥലത്ത് കൃഷിപ്പണി ചെയ്യുക അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ വിളയിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു നിലപാട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ നടീൽ വസ്തുക്കൾ സബ്സിഡിയോടുകൂടി നൽകുന്നുണ്ട് എന്നത് കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തും കൃഷിഭവനും ചെയ്യുന്ന ഒരു വലിയ ആശ്വാസം തന്നെയാണ്. കാർഷിക കർമ്മസേനയിലൂടെ ഇവിടുത്തെ യുവാക്കൾ ഒരു വിപ്ലവം കുറിക്കുകയാണ്. അതിന് പൂർണ്ണ പിന്തുണയുമായി പഞ്ചായത്തും കൂടെയുണ്ട്. കുടപ്പനക്കുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ നമ്മൾ കണ്ടു യുവാക്കളുടെ പങ്ക് വളരെ വലുതാണ്. എന്തായാലും എനിക്കും ഒത്തിരി കാര്യങ്ങൾ കുടപ്പനക്കുന്ന് പഞ്ചായത്തിനെ കുറിച്ച് അറിയാനുണ്ട്. നമുക്ക് നമ്മുടെ ജഡ്ജസ് എന്താണ് ചോദിക്കുന്നതെന്ന് അറിയാം. കണ്ണൻ സർ, ഈ 250 ഏക്കറിൽ നമ്മൾ കൃഷി ഇതുമാതിരി വ്യാപിപ്പിച്ചപ്പോൾ എന്തുമാത്രം വർധനവുണ്ടായിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ചൊരു ഏകദേശ കണക്ക് വല്ലതുണ്ടോ? 150 ടണ്ണോളം പച്ചക്കറിയും വാഴയും കിഴങ്ങ് വർഗ്ഗങ്ങളുമായിട്ട് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അത് കാർഷിക വിപണന കേന്ദ്രം വഴി തന്നെ 50 ടണ്ണിൽ കൂടുതൽ വിറ്റഴിച്ചിട്ടുണ്ട്. ഓണം വിപണന മേളയിലേക്ക് 10 ടണ്ണിൽ കൂടുതൽ വന്നിട്ടുണ്ട്. ഇതിനെല്ലാം കൃത്യമായ കണക്കുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ വില നിലവാരവും നിങ്ങളുടെ അവിടുത്തെ ഉൽപാദനക്ഷമതയും കൂടി നോക്കുമ്പോൾ ഈ വരുമാനം കൊണ്ട് ഇവർക്ക് ഈ മാസം 7000 രൂപയോളം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം സാധാരണ പരമ്പരാഗത കർഷക തൊഴിലാളികൾ ചെയ്യുന്ന വർക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എഫിഷ്യൻസി ഏകദേശം 3 ഇരട്ടിയോളം വരുന്നുണ്ട്. കാരണം അവർ മെഷീനറി ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതെ, 10 സെന്റ് 3 പേരിൽ നിന്ന് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കാർഷിക കർമ്മസേന എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 3 ഇരട്ടിയോളം എഫിഷ്യൻസി വരും. അപ്പോൾ ഇത് വളരെ സ്കിൽഡ് ലേബറാണ്. പിന്നെ മെഷീനറിയും ഉണ്ട്. ഇത് രണ്ടും പ്രധാന ഒരു ഘടകമാണ് ഇതിൽ. അതെ. പഞ്ചായത്ത് വേറെ എന്തെല്ലാം സബ്സിഡി കൃഷിക്കാർക്ക് നൽകുന്നുണ്ട്? പഞ്ചായത്ത് കൃഷിഭവൻ വഴി കൃഷിക്കാർക്ക് പച്ചക്കറി വിത്ത് സൗജന്യമായി നൽകുന്നുണ്ട്. വിത്ത് സൗജന്യമായി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ജൈവവളങ്ങൾ, കീടനാശിനികൾ ഇത് ഒരു കിറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അതും ഫ്രീ ആണോ? അത് സബ്സിഡി റേറ്റിലാണ്. എത്രയുണ്ട്? 300 രൂപയ്ക്ക് വിത്തും വളവും പിന്നെ പമ്പ് സെറ്റ് സ്പെയർ 300 രൂപയുടെ സാധനം 100 രൂപയ്ക്ക് ഒരു കൃഷി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഈ സംഘകൃഷി ചെയ്യുന്നവർക്ക് പിന്നെ വിത്ത് സൗജന്യമായി കൊടുക്കുന്നുണ്ട്, വളങ്ങൾ സൗജന്യമായി കൊടുക്കുന്നുണ്ട്, മണ്ണിര കമ്പോസ്റ്റ്, അതുപോലെ മറ്റ് വളങ്ങളെല്ലാം തന്നെ സൗജന്യം നൽകുന്നുണ്ട്. പിന്നെ ഈ കർമ്മസേനയിൽ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ സ്ത്രീകളില്ല. സ്ത്രീകൾക്ക് ഇടപെട്ട് പ്രവർത്തിക്കാനാകുന്ന മേഖലകളിലേക്ക് പുതിയതായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ അവിടെ വരും. അതിൽ പരിശീലനത്തിൽ പെൺകുട്ടികളെയും കൂടെ ഉൾപ്പെടുത്തിയിരുന്നു. തെങ്ങുകയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിലമൊരുക്കാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അത് പുരുഷന്മാരാണ് ചെയ്യുന്നത്. നിങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമായിട്ട് തോന്നിയത് ഈ യുവജനങ്ങളുടെ പങ്കാളിത്തമാണ്. മറ്റു പലയിടത്തും കൃഷി തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അതിലാരും യുവജനങ്ങൾ വന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് അതൊരു വലിയൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ ഈ സേനയിൽ എത്ര പേരുണ്ട് അംഗങ്ങൾ? സേനയിൽ ഇപ്പോൾ 25 പേരുണ്ട്. 25 പേരുണ്ട്. അത് എല്ലാവരും വിദ്യാഭ്യാസ ഡിഗ്രി ഉള്ളവരുണ്ട്, SLC പാസ്സായവരുണ്ട്, പോളിടെക്നിക് പാസ്സായവരുണ്ട്, IT പാസ്സായവരുണ്ട്,
അത് വളരെ സന്തോഷം തരുന്ന ഒരു അതെ, അതിലൊരു വിഷയം പിന്നെ ഈ കർഷക തൊഴിലാളി എന്ന് പറയുമ്പോൾ അതിന് ഇപ്പോൾ ഡിമാൻഡ് കുറഞ്ഞിരിക്കുന്നു കർഷക തൊഴിലാളി. അതുകൊണ്ട് അഗ്രികൾച്ചർ ടെക്നീഷ്യൻ എന്ന പേര് കൊടുത്തപ്പോൾ അവരെ അംഗീകരിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട്. പിന്നെ ഉള്ള വിഷയം വെച്ചാൽ അവർക്ക് മാസാമാസം അവരുടെ ബാങ്കിൽ ശമ്പളം, തൊഴിലുറപ്പ് പദ്ധതി പോലെ മാസം ബാങ്കിലാണ് ശമ്പളം വാങ്ങുന്നത്. ഉദ്യോഗമാണ്. നമ്മൾ ഈ വരുന്ന തൊഴിൽ പൈസ ഒരു മാസം എത്ര ചെയ്തിട്ടുണ്ടോ അതിന്റെ പൈസ SBI ഉടപ്പുറം SBI ബാങ്കിലിട്ട് അവരുടെ അക്കൗണ്ടിൽ പൈസ മാറിയെടുക്കുകയാണ്. അപ്പൊ അതിന് വേറെ ഏജൻസി ഇല്ല. ചെറുപ്പക്കാരിൽ നിന്ന് വളരെയധികം ആവേശകരമായ അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അഭ്യസ്തരാണെന്ന് മാത്രമല്ല, ഞങ്ങൾ അതിനകത്ത് കാണുന്നത് വ്യത്യസ്തമായ രാഷ്ട്രീയ ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് നിന്ന് ഒരു കുടക്കീഴിൽ നിന്ന് ഈ ജോലി ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ ഈ ട്രാക്ടറിൻ്റെ കാര്യങ്ങൾ പഠിക്കാനും ബ്രഷ് കട്ടർ ഉപയോഗിക്കുന്നതിനും ആ വൈദഗ്ധ്യം 2 മണിക്കൂർ കൊണ്ടൊക്കെയാണ് ഒരു ചെറുപ്പക്കാർ ഇത് ചെയ്യുന്നത്. ഇവരിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പല പുരുഷ സഹായ സ്വയ സംഘങ്ങൾ ഉണ്ടാക്കി അവരും ഈ കാർഷിക കർമ്മസേനയ്ക്ക് അതുപോലെ തന്നെ പാരലായി ബദലായി ബദലെന്ന് പറയാൻ പറ്റില്ല, സമാന്തരമായി തന്നെ പല പുരുഷ ഗ്രൂപ്പുകൾ സംഘങ്ങളുണ്ടാക്കി അവരും ഇതുപോലുള്ള ജോലികൾ ഇപ്പോൾ തരിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ ഗൾഫിലായിരിക്കും ആ 50 സെൻറ്റ് സ്ഥലത്തിൻ്റെ ഉടമ താമസിക്കുന്നത്. ആ ആളുമായി ബന്ധപ്പെട്ട് ഈ 50 സെൻറ്റ് സ്ഥലമെടുത്ത് അവിടെ പലതരത്തിലുള്ള കൃഷി ചെയ്തിരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാർഷിക കർമ്മസേന എന്നുള്ളത് ഒരുപാട് പേര് പലപ്പോഴും പറയുന്ന സംഗതിയാണ്. അത് വളരെ വിജയകരമായി നടപ്പാക്കുന്നത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്, നല്ലൊരു തുടക്കമാണ്. പക്ഷെ അത് എത്രമാത്രം സാമ്പത്തികമായിട്ട് വയബിൾ, അത് നിലനിർത്താവുന്നതാണ് എന്നുള്ളതിനെപ്പറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാം. ഇവർക്ക് ഈ 7000 രൂപ ശമ്പളം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കുന്നത്? സർ, ഇതൊരു രജിസ്റ്റേർഡ് സ്വയംഭരണ സ്ഥാപനമായിട്ടാണ് കാർഷിക കർമ്മസേന പ്രവർത്തിക്കുന്നത്. അതിൽ കാർഷിക കർമ്മസേനയ്ക്ക് ആവശ്യമുള്ള യന്ത്രങ്ങൾ നമ്മുടെ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനപ്പുറം അങ്ങോട്ട് അതിൻ്റെ നടത്തിപ്പും മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കാർഷിക കർമ്മസേനയുടെ വരുമാനത്തിൽ നിന്നാണ് മീറ്റ് ചെയ്യുന്നത്. ഈ പറയുന്ന വാടക, ഗുണഭോക്തൃ വിഹിതവും അതുപോലെ ഇത് പല സ്കീമുകളുമായിട്ട് ലിങ്ക് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ മണ്ണ് സംരക്ഷണവുമായി ബന്ധപ്പെടുത്തി കർഷകന് ഈ തെങ്ങിന് തടം തുറക്കുന്നതിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. ആ സബ്സിഡി തുക കഴിച്ചിട്ടുള്ള തുകയാണ് ഗുണഭോക്തൃ. കഴിഞ്ഞ ഒരു വർഷത്തെ അപ്പോൾ ഇവരുടെ ഈ 7000 രൂപ ശമ്പളം എന്നാണ്, ശമ്പളവും PF ഒക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ടാണ് ഇതിലേക്ക് ആളുകളെ ആകർഷിക്കാൻ കഴിയുന്നത്. അതിന് ഒരു വർഷത്തെ ചിലവ് ഏതാണ്ട് 20 ലക്ഷത്തിലപ്പുറം രൂപ വരില്ലേ? വരും ഇല്ലേ? അത്രയും ഈ കൂലി ആയിട്ട് ഈ 150 ഹെക്ടയർ ഭൂ ഉടമകളിൽ നിന്ന് കിട്ടി, 250 ഹെക്ടയർ ഭൂ ഉടമകളിൽ നിന്ന് കിട്ടിയോ? സർ, ഒരേക്കറിലെ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 ഏക്കറിൽ 3500 രൂപയാണ് 1 ഏക്കർ സ്ഥലം ഇങ്ങനെ തയ്യാറാക്കുന്നതിന് വേണ്ടി ചിലവാകുന്നത് കാർഷിക കർമ്മസേനയുടെ അക്കൗണ്ട് പ്രകാരം. അതിൽ 2520 രൂപ മണ്ണ് ജല സംരക്ഷണത്തിന് സബ്സിഡി തുകയായിട്ട് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തന്നെ വരുന്നുണ്ട്. പോരാതെ 1000 രൂപയോളം ഗുണഭോക്താവിൻ്റെ ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷനായിട്ട് വരുന്നുണ്ട്. ഇതിൽ 2 ദിവസം കൊണ്ടാണ് ഈ പണി തീരുക. അപ്പോൾ അതിൽ സാലറി ആയിട്ട് 1800 രൂപയും ഡീസൽ മെയിൻ്റനൻസ് ചിലവിലേക്ക് 1500 രൂപയും ചേർത്ത് 3300 രൂപ വരുമ്പോൾ അതിലൊരു പ്രോഫിറ്റായിട്ട് 220 രൂപ കർമ്മസേനയുടെ അക്കൗണ്ടിലേക്ക് പോവുകയാണ്. അതായത് 1 ഏക്കർ വർക്കിന്. അപ്പോൾ അങ്ങനെ 150 ഏക്കർ ഈ തരിച്ചു കിടന്ന സ്ഥലം കൃഷിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ ഒരു തുക അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. അതാണ് അതിൻ്റെ കണക്ക്. അത് ലാഭകരം തന്നെയാണ്. അതിൻ്റെ മെയിൻ്റനൻസിനും മറ്റു കാര്യങ്ങൾക്കും ആവശ്യമുള്ള തുക അതിൽ നിന്ന് തന്നെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് കൂടാതെ ഇതിൽ പ്രോഫിറ്റ് വരുന്ന എമൗണ്ടിൻ്റെ ഒരു ഷെയർ ഈ ടെക്നീഷ്യൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ വാർഷികമായി കൊടുക്കാനാണ് തീരുമാനം. ഒരു 2 വർഷം കഴിയുമ്പോൾ ഈ പവർ ടില്ലറിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു, അതിന് റീപ്ലേസ് ചെയ്യേണ്ടി വരികയാണ്, അതിനുള്ള പൈസ എവിടെ നിന്ന് കിട്ടും? അന്ന് പഞ്ചായത്ത് തന്നെ വീണ്ടും പവർ ടില്ലർ വാങ്ങിക്കൊടുക്കേണ്ടി വരുമോ? അതോ അതിനുള്ള ഒരു തുക ഈ കർമ്മസേനയുടെ ഭാഗമായിട്ട് മാറ്റി വെക്കുന്നുണ്ടോ? ഈ കാർഷിക കർമ്മസേനയുടെ പ്രോഫിറ്റ് അക്കൗണ്ടിൽ നിന്ന് തന്നെ ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കുള്ള പണം കണ്ടെത്താനാകും എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അല്ല, അഥവാ വാങ്ങിക്കൊടുക്കും. കാർഷിക മേഖലയെ സംരക്ഷണപ്പെടുത്തണമല്ലോ, പഞ്ചായത്ത് വാങ്ങിക്കൊടുക്കും, അതിന് സംശയമൊന്നുമില്ല, പഞ്ചായത്ത് വാങ്ങിക്കൊടുക്കും. അല്ല, എന്ത് വില കൊടുത്തും കൃഷി നിലനിർത്തും എന്നാണ് നമ്മുടെ ഒരു മുദ്രാവാക്യമെങ്കിൽ വളരെ നല്ല സംഗതി തന്നെയാണ്. ക്യാപിറ്റൽ സബ്സിഡി ഈസ് ജസ്റ്റിഫയബിൾ. നമ്മുടെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് അവർ ചോദിക്കുന്നത് ക്യാപിറ്റൽ സബ്സിഡി മാത്രമേ ചോദിക്കുന്നുള്ളൂ, മെയിൻ്റനൻസും ചോദിക്കുന്നില്ല. അപ്പോൾ ഒരു ക്യാപിറ്റൽ സബ്സിഡി നമ്മളെല്ലാവരും കൂടി കൊടുക്കുന്നതാണ് ടാക്സ് എന്ന്. അത് പിന്നെ അമേരിക്കയെ പോലുള്ള, ജപ്പാനെ പോലുള്ള, യൂറോപ്യൻ പോലുള്ള രാജ്യങ്ങൾ ഇതിൻ്റെ 10 ഇരട്ടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ക്യാപിറ്റൽ സബ്സിഡി കൃഷിക്ക് കൊടുക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് മാത്രം. 3 വർഷം കൊണ്ട് വളരെ അധികം നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് വളരെ സ്തുത്യർഹമായ ആണ്. അതേസമയം 3 വർഷമായിട്ടും
സ്ത്രീ